എന്റെ പൊന്ന് സാബുണ്ണ, തോറ്റു കഴിഞ്ഞാൽ അതങ്ങോട്ട് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് വെറുതെ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കുന്നത്? നമുക്കൊരു വീഡിയോ കാണാം, അതിനുശേഷം മറ്റൊരു വീഡിയോയും കൂടി വെച്ചു തരാം. അതായത് ചക്കന്റെ ഉള്ളിൽ താമര വന്നപ്പോൾ ചക്കക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ കുറിച്ചുള്ള വീഡിയോ, അത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ന്യായീകരണം കേൾക്കാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് ഒരു UDF അനുകൂല തരംഗമല്ല ശരിയായിട്ടുണ്ടായത്, മറിച്ച് LDF വിരുദ്ധമായിട്ടുള്ള ഒരു വൻ തരംഗമുണ്ടായി എന്നുള്ളതാണത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ജനരോഷം ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിച്ചു എന്നുള്ളതാണത്. പിണറായി വിജയന്റെ ദാക്ഷ്യത്തിനും അഹങ്കാരത്തിനും ജനങ്ങള് രാഷ്ട്രീയം മറന്ന് കൂട്ടമായിട്ട് വോട്ട് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇത്തവണ LDFന്റെ പതനം ഇത്രമാത്രം ഭീകരമാക്കിയത്. പക്ഷേ ഇത്ര ശക്തമായിട്ടുള്ള ഒരു അധികാര വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ NDA നല്ലൊരു വിജയം കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇത്ര വലിയൊരു കൊടുങ്കാറ്റുണ്ടായിട്ടും NDAക്ക് 3 സീറ്റ് കേരളത്തില് ലഭിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അല്ല സാബുണ്ണ, ഒരു സംശയം ചോദിച്ചോട്ടെ. LDF വിരുദ്ധ തരംഗമാണ് നടന്നതെന്നും UDFന് അനുകൂല തരംഗമല്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്റെ ചെറിയൊരു സംശയമാണ്, ആർക്ക് വേണമെങ്കിലും ഉത്തരം തരാം. ഈ പറയുന്ന NDA എന്ന് പറയുന്നത് LDFന്റെ സഖ്യകക്ഷിയൊന്നുമല്ലല്ലോ, ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച ആൾ തന്നെയല്ലേ. അല്ല, NDA ഇനി മത്സരിച്ചിട്ടില്ലേ? UDF മാത്രമാണോ മത്സരിച്ചിട്ടുള്ളത്? അല്ല, ഈ ഒരു LDFന് വിരുദ്ധ തരംഗം വരുമ്പോൾ എങ്ങനെയാണ് NDAയുടെ വിജയ സാധ്യത കുറയുന്നത്? എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. കാരണം UDF എങ്ങനെയാണോ മത്സരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയല്ലേ NDAയും മത്സരിച്ചിട്ടുള്ളത്. അല്ലാതെ NDA LDFുമായി സഖ്യം ചേർന്നിട്ടൊന്നും മത്സരിച്ചൊന്നുമല്ലല്ലോ ഇവിടെ. NDA വേറെ തന്നെ മത്സരിച്ചാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് വിജയ ശതമാനം കുറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ തോൽവി ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ നമ്മുടെ സാബു ചേട്ടൻ ഉണ്ടല്ലോ, സാബു സാർ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ വായിന്ന് വീണതായിരിക്കും, ഒന്ന് കേട്ടു നോക്കാം. വെസ്റ്റ് ബംഗാളിലേക്ക് നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെയും 3 സീറ്റിൽ നിന്ന് 0-ൽ നിന്ന് 3 സീറ്റിലേക്ക് ആദ്യം വിജയിക്കുകയും ആ 3 സീറ്റിൽ നിന്നാണ് ഇന്ന് വെസ്റ്റ് ബംഗാളിന്റെ അധികാരം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് NDA മാറിയത്. ആ ചരിത്രം തന്നെ കേരളത്തിലും ആവർത്തിക്കും. ഈ 3 സീറ്റ് എന്ന് പറയുന്നത് NDA സംബന്ധിച്ചൊരു തുടക്കമാണത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും ഇവിടെ മത്സരം എന്ന് പറയുന്നത് UDFും NDAയും തമ്മിലായിരിക്കും. കാരണം ഇത്തവണത്തെ പരാജയത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇന്ത്യയില് നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ളതാണ്. ഇപ്പോ ജനവിധി അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത UDFന് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഇതിൽ സാബുജി പറഞ്ഞത് കേട്ടില്ലേ? അതായത് വെസ്റ്റ് ബംഗാളിൽ ആദ്യം 3 ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഭരണം പിടിച്ചെടുത്തു. അതായത് ഒരു പാറ്റേൺ ആണോ സാബുജി ഇവിടെ പറഞ്ഞു വരുന്നത്? അതായത് കേരളത്തിലും ഒരു 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി അടുത്ത ഇലക്ഷനിൽ മൊത്തം തൂക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ആർക്കറിയാം. ഇവിടെ പലതും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ, എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ സാബുജി പറഞ്ഞ മറ്റൊരു കാര്യം, വെസ്റ്റ് ബംഗാളിലെ കാര്യം. വെസ്റ്റ് ബംഗാൾ അതായത് ത്രിപുര എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിൽ വലിയ തരത്തിലുള്ള വയലൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ത്രിപുരയിൽ ഇവര് അതായത് BJP അവിടെ ജയിച്ച സമയത്ത് മറ്റു ഓപ്പോസിഷൻ പാർട്ടിയുടെ ഒക്കെ ഓഫീസൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഓപ്പോസിഷൻ ഒന്നും അവിടെ ഇല്ല കാര്യമായിട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റു ഓപ്പോസിറ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസൊക്കെ അടിച്ചു തകർക്കുകയും പെയിന്റ് ഒക്കെ മാറ്റി അതൊക്കെ BJP ഓഫീസാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാബുജിയുടെ തോൽവിയുടെ ന്യായീകരണങ്ങൾ അവസാനിച്ചില്ല, ഇനി കുറച്ചുകൂടിയുണ്ട്. 2020 എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിനെ പല രീതിയിലും LDFും UDFും ചിത്രീകരിച്ചു. ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ കൂടി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചു, സംഖ്യകളാക്കി മാറ്റി.
അപ്പൊ അത് പ്രത്യേകിച്ച് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ സത്യമാണ് സാബു സാറേ. സാബു സാറിന് അത് മനസ്സിലായിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നതാണ്, അങ്ങനെ പെരുമാറുന്നതാണ്. പ്രത്യേകിച്ച് കുന്നത്തുനാട് പോലെയുള്ള ക്രിസ്ത്യൻ മേഖലകളിൽ ഇതിൻ്റെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന ആളുകളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം മാറ്റിയെടുക്കാനായിട്ടുള്ള സമയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതാണത്. ഈ സഖ്യം ഉണ്ടായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മത്സരരംഗത്തേക്ക് പോയി. അപ്പോൾ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തെ കോൺഗ്രസും അതുപോലെ ഈ സഖ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സഖ്യം ആരും നിർബന്ധിച്ചിട്ട് ജയിച്ചു എന്നല്ലല്ലോ. സഖ്യം നിങ്ങൾ തന്നെ കൊണ്ടുപോയി ചേർന്നതാണല്ലോ സഖ്യത്തിലേക്ക്. NDAയിലേക്ക് ചേർന്നത് നിങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ 2020 പാർട്ടിയിലെ ഒരു അണി തന്നെ പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ലാഭം ഒരേ ഒരാൾക്കാണ്, സാബു സാറിന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് മലയാളികൾക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് അതിലേക്ക് കൊണ്ടുപോയി ചേർന്നിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തന്നെ LDFും നല്ല രീതിയിൽ ജനങ്ങൾ അത് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു ചെറിയ ഒരു ഡാമേജ് തീർച്ചയായിട്ടും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിൽ സാബു സാർ, ചെറിയൊരു ഡാമേജ് ആണോ ഉണ്ടായിട്ടുള്ളത്? ചെറുതാണോ? അത് അത്ര ചെറുതാണോ? ഒരിക്കലല്ല, നല്ല വലിയ ഡാമേജ് തന്നെ. അതായത് ചക്ക 2020 ഇല്ലാതെ തന്നെ ആയിട്ടുണ്ട്, അല്ലാതെ ചെറിയ ഡാമേജ് ഒന്നല്ല സംഭവിച്ചിട്ടുള്ളത്. അതായത് ചക്കന്റെ ഉള്ളിൽ താമര വിരിഞ്ഞപ്പോൾ ചക്കക്ക് എന്ത് ഡാമേജാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കാണണ്ടേ? കണ്ടുനോക്കാം. മധ്യ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിട്ടാണ് BJP 2020-കൊപ്പം കൈകോർത്തത്. എന്നാൽ അത് 2020-ക്ക് ഉണ്ടാക്കിയത് വലിയ തിരിച്ചടിയാണ്. കുന്നത്തുനാട്, തൃക്കാക്കര, കൊച്ചി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിറവം, വൈപ്പിൻ തുടങ്ങി മത്സരിച്ച 8 സീറ്റിലും 2020 തിരിച്ചടി നേരിട്ടു. തൃക്കാക്കര, കൊച്ചി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പോലും BJPക്കൊപ്പം ചേർന്നപ്പോൾ ലഭിച്ചില്ല. കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ 42,701 വോട്ടുകളാണ് 2020-ക്ക് ലഭിച്ചത്. അവിടെ BJP അന്ന് 7,218 വോട്ടും നേടി. എന്നാൽ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ 39,958 വോട്ടാണ് ആകെ കിട്ടിയത്. തൃക്കാക്കരയിൽ അഖിൽ മാരാറിന്റെ സ്ഥാനാർത്ഥിത്വവും ഗുണം ചെയ്തില്ല. 8,000-നടുത്ത് വോട്ടുകളാണ് ഇരു പാർട്ടികൾക്കുമായി മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടത്. കൊച്ചിയിൽ കഴിഞ്ഞ തവണ 19,676 വോട്ടുകൾ 2020 നേടിയിരുന്നു. BJP 10,000-ഓളം വോട്ടുകളും. എന്നാൽ ഇത്തവണ ആകെ കൂടി ലഭിച്ചത് 11,854 വോട്ടുകൾ മാത്രം. 18,000-ഓളം വോട്ടുകളുടെ കുറവ് കൊച്ചിയിൽ മാത്രമുണ്ടായി. വൈപ്പിനിൽ 2020-യും BJPയും കൂടി 30,000-ലേറെ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നു. കിട്ടിയതാകട്ടെ 13,637 വോട്ടുകൾ. പിറവത്തും അങ്കമാലിയിലും BJP 2020-ക്ക് സീറ്റ് വിട്ടു നൽകിയത് ഗുണം ചെയ്തുമില്ല. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ BJP പിടിച്ചതിലും കൂടുതൽ വോട്ട് നേടാനായത് മാത്രമാണ് 2020-യുടെ ആശ്വാസം. എന്നാൽ അവിടെയും BJPയേക്കാൾ അധികമായി 2020-ക്ക് നേടാനായത് 5,715 വോട്ടുകൾ മാത്രം. NDAയിൽ ചേർന്നതോടെ 2020-യിലെ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിച്ചതും സ്വാധീനമുള്ള സീറ്റുകൾ 2020-ക്ക് വിട്ടു നൽകിയത് BJP പ്രവർത്തകരിൽ ഉണ്ടാക്കിയ അമർഷവുമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കേട്ടില്ലേ സാബു സാറേ കണക്കുകൾ? ഈ കണക്കുകൾ വെച്ചിട്ട് ചെറിയ ഡാമേജ് ഒന്നുമല്ല 2020-ക്ക് ഉണ്ടായിട്ടുള്ളത്. കഥം തീർന്നു ഇല്ല, മൊത്തത്തിൽ പോയിട്ടുണ്ട്. അതായത് അത്രയും വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ചക്കന്റെ ഉള്ളിൽ താമര വിരിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഡാമേജ് ഒന്നല്ല ഉണ്ടായിട്ടുള്ളത്.